ുള്ള ഒരു വിദഗ്ധൻ കൂടിയാണ് അദ്ദേഹം. അധ്യക്ഷ പ്രസംഗത്തിനായി ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ CP ജോണിനെ സാദരം ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട മുഖ്യമന്ത്രി നമ്മുടെ ഈ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിക്കുന്നതിനായിട്ട് കൃത്യസമയത്ത് എത്തിച്ചേർന്നിട്ടുള്ള കേരളത്തിന്റെ ഏറ്റവും പ്രിയങ്കരനായ രാഷ്ട്രീയ നേതാവ് ശ്രീ VD സതീശൻ അവർകളെ, ഇവിടെ സന്നിഹിതരായിട്ടുള്ള മന്ത്രിമാർ കെ മുരളീധരൻ അദ്ദേഹം എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതേപോലെ തന്നെ ശ്രീമതി KA തുളസി ഇവിടെ എത്തുമെന്ന് നാം പ്രതീക്ഷിക്കുന്ന മേയർ അഡ്വക്കേറ്റ് VV രാജേഷ്, ഇവിടെ എത്തിക്കഴിഞ്ഞിട്ടുള്ള N ശക്തൻ MLA, M വിൻസെന്റ്, അതേപോലെ തന്നെ ഇവിടെ സന്നിഹിതനായിട്ടുള്ള KR ജ്യോതിലാൽ, നാഗരാജു ചകിലം, ഈ വാർഡിന്റെ കൌൺസിലറായിട്ടുള്ള C ഹരികുമാർ, റിപ്പോർട്ട് അവതരിപ്പിച്ച നമ്മുടെ പ്രിയങ്കരിയായ ട്രാൻസ്പോർട്ട് സെക്രട്ടറി ശ്രീമതി TV അനുപമ, നമുക്ക് സ്വാഗതം ആശംസിച്ച ചീഫ് സെക്രട്ടറി ജയതിലക് IAS, എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞാൻ അഭിവാദനങ്ങൾ അർപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ ഇവിടെ സന്നിഹിതരായിട്ടുള്ള രാഷ്ട്രീയ നേതാക്കൾ ഭീമാപ്പള്ളി റഷീദ്, മാങ്കോട് രാധാകൃഷ്ണൻ, ജോണി ചക്കിട്ട, ഇറവൂർ പ്രസന്നകുമാർ, കരമന ജയൻ, MR മനോജ്, AK വേലപ്പൻ നായർ, G ബാലകൃഷ്ണപിള്ള, NM നായർ, ശരൺ J നായർ, വിജയശ്രീ KS, കൃതജ്ഞത അർപ്പിക്കാനായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള KSRTCയുടെ ഈ ചരിത്ര നിയോഗത്തിന് ചുമതലപ്പെട്ട ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ പ്രമോജ് ശങ്കർ തുടങ്ങിയിട്ടുള്ള പ്രമുഖ ഈ വേദിയിലെ വ്യക്തിത്വങ്ങളെ, പ്രിയപ്പെട്ട ഈ വേദിയിലിരിക്കുന്ന ആളുകളെല്ലാവരും, ഈ സദസ്സിലിരിക്കുന്നവരെല്ലാം ഈ വേദിയിൽ തന്നെ ഇരിക്കാൻ അർഹതപ്പെട്ട ആളുകളാണ്. ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ജില്ലാ പ്രസിഡന്റ് വേണുഗോപാൽ, PK വേണുഗോപാൽ ഇവിടെ എത്തിയിട്ടുണ്ട്. രാഷ്ട്രീയ നേതാക്കൾ ഇവിടെ എത്തിയിട്ടുണ്ട്. KPCCയുടെ ഭാരവാഹികൾ, മറ്റ് പാർട്ടികളുടെ ഭാരവാഹികൾ, എല്ലാവരെയും ഞാൻ ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് അധ്യക്ഷ പ്രസംഗം എന്ന രീതിയിൽ ഒരു പ്രസംഗത്തിന് യാതൊരു പ്രസക്തിയുമില്ല. കാരണം ബഹുമാനായ മുഖ്യമന്ത്രി തന്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ എല്ലാ കാര്യങ്ങളും പറയാൻ ഇരിക്കുകയാണ്. എന്തായാലും നമ്മുടെ നാടിന്റെ ചരിത്രത്തിലും പൊതുഗതാഗത സമ്പ്രദായത്തിന്റെ ചരിത്രത്തിലും ഒരു വലിയ നാഴികക്കല്ലാണ് ഇന്ന് തമ്പാനൂരിൽ നാം നാട്ടാൻ പോകുന്നത്. ആദ്യമായി ഒരു പൊതുഗതാഗത സമ്പ്രദായം തിരുവിതാംകൂറിലുണ്ടായത് 1937-38 കാലത്താണ്. കൃത്യമായി പറഞ്ഞാൽ 1938 ഫെബ്രുവരി 20-നാണ് ചിത്തിരത്തിരുന്നാൾ മഹാരാജാവ് ഇവിടെ നിന്നും ഒരു ബസ് സർവീസ് ആരംഭിച്ചത്. ആ ബസ് സർവീസ് തുടങ്ങാൻ അദ്ദേഹത്തിന് പ്രചോദനമായത് അദ്ദേഹത്തിന്റെ ലണ്ടൻ യാത്രയായിരുന്നു. ആ ലണ്ടൻ യാത്രയിൽ അദ്ദേഹം കണ്ട ലണ്ടൻ ബസ്സുകളുടെ മാതൃകയിൽ അവിടുത്തെ ബസ്സുകൾ ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്ത് ഇവിടെ ബോഡി ബിൽഡ് ചെയ്തുകൊണ്ടാണ് ആദ്യത്തെ ബസ് നിർമ്മിച്ചത്. 33 ബസ്സുകൾ അന്നുണ്ടായിരുന്നു. ഇന്ന് നമ്മുടെ ബസ്സുകളുടെ എണ്ണം 5700ഓളം ബസ്സുകളാണ്. ആ അർത്ഥത്തിൽ അന്ന് ഇത്തരത്തിലുള്ള ഒരു പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം ഇന്ത്യയിൽ വളരെ അപൂർവമായി ഉണ്ടായിരുന്ന പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം കൊണ്ടുവന്ന അന്നത്തെ ഗവൺമെന്റിനെ തീർച്ചയായും നമുക്ക് അഭിനന്ദിക്കാതിരിക്കാൻ സാധ്യമല്ല. 65 RTCകൾ, റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷനുകൾ ഉണ്ടായപ്പോഴാണ് KSRTC എന്ന പേരിൽ കേരളത്തിലും മറ്റെല്ലാ സ്റ്റേറ്റുകളിലും RTCകൾ ഉണ്ടായത്. ഇന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 5700 ബസ്സുകൾ ഇന്ന് നമ്മുടെ കയ്യിലുണ്ട്. ആയിരക്കണക്കിന് സർവീസുകളുണ്ട്, ഷെഡ്യൂളുകളുണ്ട്. അതിലേക്കൊന്നും തന്നെ കടന്നുപോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇതിൽ 3125 ബസ്സുകളും ഓർഡിനറി ബസ്സുകളാണ്. ആ ബസ്സുകൾക്ക് ഇന്ന് ഈ സമയം മുതൽ സ്ത്രീകൾക്ക് സൌജന്യ യാത്ര അനുവദിച്ചുകൊണ്ട് സർക്കാർ ഉത്തരവ് ഇറക്കിയിരിക്കുകയാണ്.
ഈ ചരിത്ര നിമിഷത്തിൽ പങ്കാളികളായ നിങ്ങളെയെല്ലാം ഞാൻ ഒരിക്കൽ കൂടി അഭിവാദനം ചെയ്യുന്നു. KSRTCയെ കൂടുതൽ ജനകീയവൽക്കരിക്കുക, കൂടുതൽ വികേന്ദ്രീകരിക്കുക എന്നതാണ് ഗവൺമെന്റിന്റെ ഈ രംഗത്തെ പബ്ലിക് പോളിസി. ഒന്നാമതായി നമ്മുടെ ലോക്കൽ ഗവൺമെന്റുകളെ ഈ കാര്യത്തിൽ നാം ശാക്തീകരിക്കുകയാണ്. ലോക്കൽ ഗവൺമെന്റുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരിപാടികൾ നാം ആവിഷ്കരിക്കാൻ പോവുകയാണ്. കഴിഞ്ഞ ഗവൺമെന്റ് കൊണ്ടുവന്ന ഗ്രാമവണ്ടി സമ്പ്രദായം വിപുലമാക്കുവാൻ നാം ആഗ്രഹിക്കുന്നു. മുനിസിപ്പാലിറ്റികൾക്കും ആ തരത്തിൽ ബസ്സുകൾ ഓടിക്കുകയാണെങ്കിൽ KSRTC അതിന് സഹായകരമായ നിലപാട് സ്വീകരിക്കും. കോർപ്പറേഷന് അത് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ വ്യക്തികൾക്കോ സ്ഥാപനങ്ങൾക്കോ വണ്ടികൾ സ്പോൺസർ ചെയ്യാനുള്ള ഉത്തരവുകൾ അല്ലെങ്കിൽ അതിന്റെ മൊഡാലിറ്റി എന്താണെന്നുള്ളത് അധികം താമസിയാതെ നിങ്ങളെ അറിയിക്കുന്നതാണ്. അതിനേക്കാൾ ഉപരി ഈ KSRTC ഡിപ്പോ മുതൽ കേരളത്തിലെ എല്ലാ ഡിപ്പോകളിലും 93 ഡിപ്പോകളാണ് നമുക്കുള്ളത്. അവിടെയെല്ലാം നമ്മുടെ MLA-മാർക്കും MP-മാർക്കും ജനപ്രതിനിധികൾക്കും അംഗീകൃതമായ എല്ലാ രാഷ്ട്രീയ കക്ഷികൾക്കും അസംബ്ലിയിൽ പ്രാതിനിധ്യമുള്ള എല്ലാ രാഷ്ട്രീയ കക്ഷികൾക്കും പ്രാധാന്യമുള്ള അല്ലെങ്കിൽ അംഗത്വമുള്ള ഒരു സമിതി രൂപീകരിക്കുന്നതിനെ കുറിച്ച് ആലോചിച്ചു. ഞാൻ ഇന്നിപ്പോൾ ഈ വേദിയിൽ വെച്ച് മുഖ്യമന്ത്രിയോട് അതിന്റെ പൂർണ്ണമായ സമ്മതം വാങ്ങിച്ചു. അതുകൊണ്ട് ഇനിമേലിൽ ജനകീയമായി തന്നെ നമ്മുടെ എല്ലാ ഡിപ്പോകളും പരിപാലിക്കപ്പെടും എന്ന് ഞാൻ ഉറപ്പു നൽകുന്നു. ഇത് പൌരന്മാരുടെ സ്വത്താണ്, ഇത് പൌരസമൂഹത്തിന്റെ സ്വത്താണ്, ഇത് നമ്മുടെ ഓരോരുത്തരുടെയും പ്രൈവറ്റ് ബസ്സാണ്. ഇത് ഗവൺമെന്റിന്റെ അല്ല, എന്റെയും നിങ്ങളുടെയും സ്വന്തം ബസ്സാണ്. ആ അർത്ഥത്തിൽ അതൊരു സ്വകാര്യ സ്വത്താണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളുമായി സഹകരിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഞാൻ കൂടുതൽ നീണ്ട പ്രസംഗത്തിന് തയ്യാറാകുന്നില്ല. ഈ വേദിയിൽ കൃത്യസമയത്ത് എത്തിച്ചേർന്നിട്ടുള്ള അദ്ദേഹം ഇന്ന് കേരളത്തിൽ വിസ്മയങ്ങളുടെ പെരുമഴ പെയ്യിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഇനീഷ്യലിലെ ആദ്യത്തെ അക്ഷരം തന്നെ മലയാളത്തിലുള്ള വിസ്മയമാണ് എന്ന് ഞാൻ കരുതുന്നു. അതുകൊണ്ട് മറ്റൊരു വിസ്മയം ഇപ്പോൾ ഇവിടെ പൊട്ടി വിടരാൻ പോകുന്നു. അദ്ദേഹം ഒരു ടിക്കറ്റ് ഒരു വനിതയ്ക്ക് കൊടുക്കും. ആ ടിക്കറ്റിൽ 0 എന്നാണ് എഴുതിയിട്ടുണ്ടാവുക. പക്ഷേ വനിതകൾ എല്ലാവരും എവിടെയാണ് പോകുന്നത് എന്ന് കൃത്യമായി എഴുതണം. അവരോട് കണ്ടക്ടറോട് പറയണം. അതുപോലെ എവിടെയെങ്കിലും ഉദാഹരണത്തിന് ഇവിടെ നിന്നും പാളയത്തേക്ക് പോയി വീണ്ടും നിങ്ങൾക്ക് പോകണമെങ്കിൽ വീണ്ടും ടിക്കറ്റ് എടുക്കണം, പൈസ കൊടുക്കണ്ട എന്ന് മാത്രം. അതുകൊണ്ട് ആ ടിക്കറ്റിംഗ് സമ്പ്രദായം ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടാൻ പോകുന്നു. ആ ഉദ്ഘാടനത്തിനായി വളരെ വിനയപൂർവ്വം എനിക്ക് സഹോദര തുല്യനായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും ഞങ്ങളുടെ UDF-ന്റെ ഏറ്റവും പ്രായം കൊണ്ട് കുറവാണെങ്കിലും പ്രായം കുറഞ്ഞ കാരണവസ്ഥാനം വഹിക്കുന്ന നമ്മുടെ ബഹുമാനായ കേരള മുഖ്യമന്ത്രി ശ്രീ VD സതീശനെ ഞാൻ ആദരവോടുകൂടി ക്ഷണിക്കുന്നു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.